Guys. Hi. Hi, Altu. എനിക്ക് നമ്മള് പോവല്ലേ? No. എനിക്ക് അഭിനയ സിനിമ. അങ്ങനെ അൽത്തൂനൊക്കെ എണീപ്പിച്ചത് ഞങ്ങൾ പതിവ് പോലെ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. നമുക്ക് കുക്കുംബറും ക്യാരറ്റും ബണ്ണും ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇന്ന് Day 3 ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഉത്തർപ്രദേശില മധ്യപ്രദേശിലെത്തിയിരിക്കുന്നതാണ് ഗൈസ്. നമ്മളിപ്പോൾ തന്നെ എത്തും. നമ്മുടെ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ആഗ്രയിലെത്തും. ആഗ്രയിലെത്തും. നമ്മള് എന്താ കഴിച്ചത്? രാവിലെ പല്ല് തേച്ച് കുളിച്ചിട്ടില്ല. നമ്മള് 3 ദിവസം കുളിച്ചിട്ട് ഗൈസ്. ഇന്ന് നമ്മൾ കുളിക്കും. എന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡ് ഉണ്ടായി, ബണ്ണുണ്ടായി, ജാം ഉണ്ടായി, പീനട്ട് ബട്ടർ ഉണ്ടായി, മീനച്ചാറുണ്ടായി, ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി. എല്ലാം ആവശ്യമാണ് ഗൈസ്. അപ്പോ പിന്നെന്താണ്, നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണേന് നമ്മുടെ ഗൈസിനെ കണ്ടേ, നമ്മുടെ കൂടെയുള്ള ഗൈസ്. ഹൈ പറയൂ ഗൈസ്. ഞങ്ങള് യൂനോ ഒന്നും കളിച്ചിട്ടില്ല. യൂനോ കളിക്കാൻ വിളിച്ചു, ഫോൺ പിടിക്കും. യൂനോ കളിക്കാനൊക്കെ വിളിച്ചു. പക്ഷെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ ടൈമില്ല. ഇപ്പൊ തന്നെ അവിടെ എത്തും. തോക്കും. പിന്നെന്താണ്, അപ്പൊ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് വരും. നമ്മള് ചിലപ്പോ എടുത്തൊന്നും വരില്ല, കാരണം നമ്മൾ ബിസി ആയിരിക്കും. താജ്മഹൽ നോക്കണം. ആഗ്രയിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അതിനുള്ള ഫുൾ വീഡിയോ റെഡിയാക്കണം വിചാരിച്ചേക്കണം. സെറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ആഗ്രയിലെത്തി. നമ്മൾ എത്തി ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേരുണ്ടാവും. വണ്ടിക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ മാക്സിമം നമ്മൾ ബാർഗെയിൻ ചെയ്തോളണം. അല്ലാണ്ട് അവർ പറയുന്ന റേറ്റിലേക്ക് പോകാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല റേറ്റ് അവർ പറയും. മാക്സിമം നടന്ന് ബാർഗെയിൻ ചെയ്ത് റൂമിന് എന്തിനാണെങ്കിലും നമ്മൾ ബാർഗെയിൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ വീഡിയോ വേറെ ഒന്നും പറയാനുണ്ട്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഫുള്ള് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറിയതിൻ്റെ കുറച്ച് പട്ടിഷോയാണ് ഇതൊക്കെ. കൂടെ ജുബേരി ഉണ്ട്, അവർ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമുക്കൊരു മലയാളി ചേട്ടനാണ് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഇത് കിട്ടി, നമുക്ക് റൂമൊക്കെ കിട്ടി. നമ്മൾ ഫ്രഷപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടെ എടുത്തത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പുള്ളി ഇൻസ്റ്റയിലൊക്കെ ഉള്ളതാണ്. പുള്ളിയുടെ വീഡിയോസ് മലയാളത്തിൽ ഒരുപാട് ഇൻസ്റ്റയിൽ കാണുന്നതാണ്. പക്ഷേ ആളുടെ കാര്യം പോകരുത്. എൻ്റെ വീഡിയോ ഫുൾ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ മേക്കപ്പൊക്കെ കുറവാണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ അങ്ങനെ വെയിറ്റവും വെളിച്ചൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാണ് കണ്ടതൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ കാണാം. നമ്മളുടെ ഓട്ടോയിൽ കയറാൻ വേണ്ടി ഗൈസ്. നമ്മളുടെ ഓട്ടോ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഗൈസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. കേൾക്കോ. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി. നമ്മുടെ കൂടെ അവരുണ്ട്. നമ്മുടെ അൽത്തു ഇതേ ഫ്രണ്ടിൽ ഇരിപ്പണുണ്ട്. അൽത്തു ഹായ്. നമ്മളതേ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആഗ്ര ഫോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫുൾ വീഡിയോ നമ്മളിടാം. ഇവിടുത്തെ റോഡിനെ പറ്റി ഒന്നും പറയാനില്ല. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും, അതുപോലെ തന്നെ ട്രാഫിക് ഭയങ്കര ശോകമാണ്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വണ്ടി വരുന്നത്. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തി. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്, കുറേ പേര് കാണാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. അതിൽ കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് നമ്മൾ എടുക്കാനായിട്ട് അടുത്തൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്. ഹായ്, എന്താ അവരിതേ ടിക്കറ്റ് എടുക്കാൻ പോയേക്കണേന്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വ്യൂ ഒക്കെ എടുക്കണേ. നടന്നപ്പോൾ കയറാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മുടെ അതർ പീപ്പിൾസ് ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ക്യൂ ഒക്കെ ഉണ്ട്. അതവിടെ ഒരു ബേബിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോഴത്താണ് ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യൂ. മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റണ അത്രയും ഇത് ചെയ്യാം. ഭയങ്കര തിരക്കുണ്ട്. ഇവിടെ കാലത്തും സലാഹുദ്ദീനൊക്കെ നിൽപ്പുന്നുണ്ട്. ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കണേ. അങ്ങനെ നമ്മൾ കയറാൻ പോകണേണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തത് അതോട് കൊടുക്കണം. അവിടെ പോലീസിൻ്റെ അവിടെ കൊടുക്കണം. അങ്ങനെ ഇത്രയും നല്ല ക്രൗഡ് പ്ലേസ് ആണ് ഇവിടെ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ 4 പേരും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു തംസപ്പ് ഒക്കെ കൊടുത്ത് നമ്മളിതേ കയറിയാണ്. നമ്മൾ ആഗ്ര ഫോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നമ്മള് ഫോട്ടോയ്ക്ക് എടുത്ത് നമ്മളിങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായി ഗൈസ്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഫുൾ ഈ മോണുമെന്റ്സ് സംതിങ് ഒക്കെയാണ്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് എങ്ങനെ ഉണ്ട്? അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്കൊക്കെ പോവുകയാണ് ഗൈസ്. നമ്മൾ ഫുൾ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളൊക്കെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇതൊക്കെ എൻ്റെ പരിചയപ്പെട്ട പട്ടിഷോയാണ്. ഞാൻ അകത്തേക്ക് കയറാൻ അതുതന്നെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച് നമ്മളതേ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് നമുക്ക് താജ്മഹലൊക്കെ കാണാം. മീൻസ് സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പ്ലേസിൽ വരിക അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ ആഗ്ര ഫോർട്ടൊക്കെ കണ്ട് പുറത്തേക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ബാൻഡൊക്കെ ഉണ്ട്. നടന്ന് ക്ഷീണിച്ചിട്ട് അയക്കുന്നൊക്കെ പറയണ്ടായി. കൊള്ളാം. ഫോട്ടോ വയ്ക്കാൻ അടിപൊളിയാണ്. ഇത്തരത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. കൊള്ളാം.
അങ്ങനെ ഉച്ചയായി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകേണ്ടതാണ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇവിടെ കുറേ മെനു കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണ് എനിക്കറിയാൻ പാടില്ല, ഞാൻ തിന്നില്ല. ഞാൻ പനീറും അച്ചാറൊക്കെ തരും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതേ ഇവിടെ കുതിരപ്പുറത്തൊരു ചേട്ടൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഹായ് കുതിര കുതിര കുതിര. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി നെക്സ്റ്റ് താജ്മഹലിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റോഡ്. ഇതാണ് താജ്മഹലിൻ്റെ റോഡ്. ഇവിടെയും കുതിരകളൊക്കെ ഉണ്ട്. കുതിര കയറിയൊക്കെ നമുക്ക് പോവുകയൊക്കെ ചെയ്യാം. അതാ ഇതാണ് കുതിര. ഗൈസ് കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊരങ്ങന്മാര് വെള്ളം കുടിക്കുന്നത്. ഇനി താജ്മഹലിലേക്ക് പോകുന്നു ഗൈസ്. നമ്മൾ താജ്മഹലിലെ മുംതാസ് ഷാജഹാനൊക്കെ കാണാൻ പോകുന്നു ഗൈസ്. ഗൈസ് നമ്മൾ അവിടെ ചെന്നിട്ട് ഫോട്ടോസും വീഡിയോസും അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ കയറിയ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എത്തിക്കും. എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ അയക്കാം. ഗൈസ് ബൈ. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഗേറ്റ് എൻട്രിയിലേക്കായി. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. നമ്മൾ ക്യൂ ഒക്കെ പാലിക്കണം. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് കൗണ്ടറാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പട്ടിഷോയ്ക്ക് അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ അവിടെ വരെ എത്തി. നമ്മൾ താജ്മഹൽ കാണാൻ പോകണേ. നല്ല നമ്മുടെ ബാക്കിലാണ് താജ്മഹൽ. എങ്ങനെയാണ് താജ്മഹൽ കാണാൻ കൊള്ളാം, പക്ഷേ ഫോട്ടോ എടുക്കാൻ ഇവിടെ നമ്മൾ നേരത്തെ എത്തണം ഗൈസ്. നമ്മൾക്ക് നേരത്തെ എത്താൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ താജ്മഹലൊക്കെ കണ്ടത്. താജ്മഹലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ എന്നിട്ട് താജ്മഹലിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ബൈ ബൈ ബൈ. എല്ലാവരും അവിടെ റെഡി ആയിട്ടൊക്കെയാണ് നമ്മൾ പോകണേന് ഗൈസ്. ബൈസ് നമ്മൾക്ക് ഇനി ട്രെയിനിൽ വെച്ച് കാണാം. നമ്മൾ ഇവിടെ നിന്ന് വെട്ടിയിട്ട് ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണേ ഗൈസ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്ത് ചെയ്യണം ബൈ. അങ്ങനെ നമ്മൾ പയ്യെ നടക്കണേണ്. ടാക്സി എടുത്തിട്ടാണ് നമ്മൾ പോണത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ആഗ്രയുടെ അവിടെ എത്തി. നമ്മൾ ടാക്സി കയറി. ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ ചേട്ടൻ. നമ്മളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിനി നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇതാണ് ആഗ്രയിലെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇവിടേക്കല്ല പോണത്, നമ്മൾ വേറെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതാണ് നമ്മൾ നേരത്തെ പോയ ആഗ്ര ഫോർട്ട്. നൈറ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, ലൈറ്റൊക്കെ. ഇത് തോന്നുന്നു നൈറ്റ് അവിടെ എൻട്രി ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആഗ്ര ഫോർട്ട്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്ന് നമ്മൾ പോകണത് കാലത്തുണ്ട്. നമുക്ക് ട്രെയിൻ 9:30 എന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ ഷോക്കായി പോയി ഗൈസ്. നമ്മളോട് ട്രെയിൻ ലേറ്റായി വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മൾ കുറേ നടക്കണേന്. ഭയങ്കര ലേറ്റ് ആയിരുന്നു. 9 മണിക്ക് 9:30 ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ ട്രെയിനാണ്. 11 മണി വരെ ആയി നമ്മൾ വെയിറ്റ് ചെയ്യണം. 11:05 എത്തുന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അല്ല പത്തും അത് തണുത്തൂടെ കണ്ടപ്പോൾ തന്നെ ആഗ്രഹം ഇപ്പോൾ അപ്പത്തിനടുത്ത് ഇവ ചെന്ന് പോയിട്ട് എന്താ അവസ്ഥ അറിയാൻ പാടില്ല. ഒന്നും പേടിക്കണം, ഞാൻ ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണ്. കണ്ടോ. ബൈ.